എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മളിന്ന് പോകുന്നത് ബെർക്കയിലുള്ള ഒരു സൂ കാണാൻ വേണ്ടിയാണ്. അവിടെ പലതരത്തിലുള്ള മൃഗങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് അവിടെ ചെന്നിട്ടുള്ള അവിടുത്തെ കാഴ്ചകളൊക്കെ കാണാം. ഇപ്പം നമ്മളാണെങ്കിൽ നമ്മളൊരു ഫാമിലി ഫ്രണ്ടിന്റെ വീട്ടിലോട്ട് പോവാണ്. നമ്മൾ അവിടെ ചെന്ന് അവരെയും കൂട്ടിക്കൊണ്ടാണ് നമ്മൾ സൂ കാണാൻ വേണ്ടി പോകുന്നത്. നമ്മുടെ ഫ്രണ്ട് വന്നിരിക്കുകയാണ്, ബിജിന് ഫാമിലി ബൈക്കിലുണ്ട്. ഹായ് വിച്ചു. ഹായ് പറ മെർലിൻ, പറ മെർലിൻ. ഹായ് പറഞ്ഞു. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോവാണ്, ബെർക്കയിലേക്ക് പോവാണ്, സൂമിലേക്ക് പോകുന്നു. ഹനുമാൻ പാർക്കിലാണ് നമ്മളിവിടെ നിൽക്കുന്നത്. പക്ഷികളെ ഇടാനുള്ള ചെറിയ ചെറിയ കൂടുകളാണ്, തടികൾ കൊണ്ടൊക്കെ ഉണ്ടാക്കി ചെറിയ ചെറിയ കൂടുകൾ. അതുപോലെ തന്നെ പക്ഷിയുടെ ഇലയും കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന കുഞ്ഞു പക്ഷിക്കൂടുകൾ, അതുപോലെ പ്ലാസ്റ്റിക്കിന്റെ ഉണ്ട്. വെള്ളയെലി, ഹാംസ്റ്റർ എന്ന് പറയും. പിന്നെ ഇതുപോലെ ഒരു പാമ്പുണ്ട് ഇവിടെ, കുഞ്ഞു കുഞ്ഞു എലികള്. ഇത് ഞണ്ട്. എത്രയല്ല ബീജിനെ, എത്രയല്ല ഫാമ്? ഇതിനറിയുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ബിജിൻ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യണം മീനിനെ കുറിച്ച്. ഇവിടെ നേരത്തെ ഒരുപാട് ഫിഷുകൾ ഉണ്ടായിരുന്ന ഒരു സ്ഥലമായിരുന്നു. ഫിഷുകൾ കുറവാന്ന് തോന്നുന്നല്ലേ? ഇപ്പൊ കുറവാണ്. ഇപ്പം ഈ കൊറോണ ഇഷ്യൂസൊക്കെ കാരണം ഫിഷുകളൊക്കെ ഒരുപാട് കുറഞ്ഞു. കാലിയാണ് ഇതെല്ലാം, ഫിഷുകളുള്ള സ്ഥലമായിരുന്നു. ഇതെല്ലാം കാലിയാണല്ലേ? കാലിയാണ്. പാമ്പ് എവിടെ? പാമ്പ് ഈ ആഫ്രിക്കൻ സ്ഥലങ്ങളിൽ കണ്ടുവരുന്ന ഒരു സെയിമാണ് ഇതാണ് തുളയിടുന്നേ. ഇതാണോ തുളയിടുന്നത്? ഇത് നമ്മുടെ പെരുമ്പാമ്പിൻ്റെയൊക്കെ ഏകദേശം ഒരു രൂപത്തിലിരിക്കും. ഉറക്കമാണെന്ന് തോന്നുന്നു. ഇതെല്ലാം ഉറക്കമാണ് ഇപ്പോൾ. ഇത് അടി കിടക്കുന്നതല്ല, സെയിം കത്തി കിടക്കണം. അതെ ഒന്നോ അത് പിന്നീട് കാര്യമില്ല. മേലിലൊക്കെ വെള്ളം മാത്രമേ ഉള്ളൂ, ഇതില്ലല്ലേ? ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നല്ല നീറ്റാണ്, നല്ല വൃത്തിയായിട്ട് സൂക്ഷിക്കുന്ന. സ്മെല്ലോ ഒന്നുമില്ല അല്ലേ? അങ്ങനെ ഒരു സ്മെല്ലോ കാര്യങ്ങളൊന്നുമില്ല, ഒരു പ്രശ്നങ്ങളും ഇല്ലാത്ത നല്ല ക്ലീൻ ഹൈജീൻ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു സൂ ആണ്. ഇതൊരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്, ഒരാളുടെയാണ്. ഇവിടെ എല്ലാ ഫെസിലിറ്റികളും അവൈലബിൾ ആണ്. നമുക്ക് റെസ്റ്റ് ചെയ്യാനുള്ള സ്ഥലങ്ങളും പിള്ളേർക്ക് കളിക്കാനുള്ള സ്ഥലങ്ങളും, പിന്നെ അതുപോലെ തന്നെ ഫാമിലി ആയിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരു ദിവസം ഫുള്ള് സ്പെൻഡ് ചെയ്യാനുള്ള എല്ലാവിധ ഓപ്ഷൻസും ഇവിടെ ഉണ്ട്. കണ്ടോ, ഇതൊക്കെ നമുക്ക് അടുത്ത് കാണാൻ പറ്റുന്ന ഒരു വരുന്നുണ്ടോ? ഫോണും കൊണ്ട് പോകാം, ഫോണും കൊണ്ട് പോവോ? ക്യാമറയും കൊണ്ട് പോവല്ലേ? അത് തന്നെ സ്നേഹമുള്ള നിന്റെ പരിചയമുള്ള വീട്ടുകാരാന്ന് തോന്നുന്നില്ല. ഒന്നും ചെയ്യത്തില്ല. 3 ഉള്ളൂ അല്ലേ? ഇനിയുണ്ട്, അപ്പുറത്തുണ്ട്, അപ്പുറത്ത് ഇഷ്ടം പോലെ ഉണ്ട്. ഒട്ടകപ്പക്ഷി ഇതിനൊക്കെ തൊട്ടടുത്ത് നമുക്ക് കാണാൻ പറ്റും. ഓസ്ട്രി
അവിടുന്ന് കറങ്ങിട്ട് അങ്ങോട്ടും പോകല്ലോ. അവിടുന്ന് ഇൻട്രസ്റ്റ് ഉണ്ട്. അവിടുന്ന് കറങ്ങി ഇങ്ങോട്ട് വരുന്നത്. വരുന്നുണ്ടോ? കുത്താനൊന്നും വരുന്നല്ലേ അത്? അത് ഫ്രണ്ടാണ്. ഫ്രണ്ടാ കുത്തില്ലടാ. ഇതൊക്കെ ഫോൺ എടുത്തോണ്ട് പോകല്ലേ? ഫ്രണ്ടല്ലേ അത്? എന്നാ കണ്ട ഗോട്ടിനെ കണ്ടോ? ഇത് ഇമു. ചൂട് സമയത്തെല്ലാം ഇതൊക്കെ ടയർഡായിട്ടിരിക്കുന്നതാവും. നമുക്കിതിനെ അങ്ങനെയൊന്നും തൊടാൻ സമ്മതിക്കത്തില്ല. ഇമു ആണോ ഇത്? ഇമു എല്ലാം നല്ല തീറ്റ കൊടുക്കുന്നുണ്ടോ? നീറ്റായിട്ട് നല്ല ഭംഗിയായിട്ട്. നീറ്റുണ്ടല്ലേ? നേരത്തെ നല്ല വന്നപ്പോൾ മണമായിരുന്നു ആദ്യം. അതെ ഇപ്പം നല്ല നീറ്റായിട്ടുണ്ടല്ലോ. എല്ലാവർക്കും വരാൻ പറ്റിയ ഒരു സ്ഥലമാണ്. എല്ലാവരെയൊക്കെ കൂട്ടിക്കൊണ്ട് വരാൻ പറ്റിയ നല്ലൊരു പാർക്കാണ്. ഇവിടെ വലിയ ചൂടും അനുഭവപ്പെടുന്നില്ലല്ലേ? ഇല്ല. അതെ, വെളിയിൽ നിന്ന് വന്നപ്പോൾ നമുക്ക് അതിന് ചൂടായിരുന്നു. ഒമാനിൽ ഇത് ബർക്ക എന്ന് പറഞ്ഞ സ്ഥലത്ത് ഉള്ളതാണത്. നല്ല അൽനമാൻ ഇതാണ് അവിടെ. ഇവിടെയുള്ളത് പലതരത്തിലുള്ള താറാവുകളാണ്. പാത്തയുണ്ട്, താറാവുണ്ട്. വൈറ്റ് കളറുള്ളത്, ബ്ലാക്ക് കളറുള്ളത്, പലതരത്തിലുള്ള പാത്തകൾ. നല്ല നീറ്റാ അല്ലേ? സ്മെല്ലോ ഒന്നുമില്ലല്ലേ? ഇല്ല, സ്മെല്ലുകളൊന്നുമില്ല. ഇവർ അതുപോലെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഒരുപാട് സ്റ്റാഫുകളുണ്ട് ഇത് ക്ലീൻ ചെയ്യാനായിട്ട്. എല്ലാം ഇത് വേണ്ട രീതിയിലെല്ലാം ക്ലീൻ ആക്കി എപ്പോഴും ഇടുന്നുണ്ട്. എന്നെ എന്ത് പറഞ്ഞേരി ഇതിനെ കുറിച്ച്? മൊത്തം മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ചിരിക്കുകയാണ് ഇവിടെ. നല്ല തണലാണ് ഇവിടെ. താറാവ് ഇവിടെയുണ്ട്. വെള്ളം ഉണ്ടായിരുന്നു പണ്ട്. ഇതിനെയൊക്കെ കാണാൻ പൂവൻകുഴിയിലെ പോലെ ഉണ്ട്. പല ക്യൂട്ടായിട്ടുള്ള പാത്തയൊക്കെയാണ്. റാക്കോൺ ക്ലൈംബറും ഉണ്ട്, റാക്കോൺ ഡോഗും ഉണ്ട്. ബ്ലാക്ക് കളറുള്ള റാക്കോൺ ഡോഗ്. ഉറങ്ങും അത്. വെള്ളം വീഴുന്ന അപ്പം ഇരുന്നാമോ? അല്ലല്ല, ഇത് വെമിക്കേഷൻ ഇവിടെ കാണിച്ചു തരും. ഇതെങ്ങനെ ക്ലീൻ ചെയ്യണോ? അതെ തന്നെ, വെമിക്കേറ്റ് ചെയ്യുന്നതാണ് ഹൈജീൻ. ഇതാണ് ഗിന്നസ് ഓഫ് ആനിമൽസ്. ഫോളോ പ്ലാറ്റ്ഫോം ഓഫ് ഓ ഇതെന്താ ഭയങ്കര ജീനിയസ് അത്. പുലിയൊക്കെ വരും. എല്ലാം ഉറക്കമല്ലേ? എല്ലാം ഉറക്കമല്ലേ? ആ ഉച്ചക്ക് എല്ലാം ഉറക്കമാ. അകത്തിരിക്കുക. അകത്തിരിക്കുക. കിട്ടത്തില്ല. ഇതോ അതിന്റെ പേരാണ് നാസു. ആഷോ ക്യാമറയ്ക്ക് യൂസ് ചെയ്യുന്നുണ്ടോ? അതെ തന്നെ, ക്യാമറയ്ക്ക്. ഇതെന്താ സാധനം ഇത്? അടിക്കുമോ കേട്ടോ? ഇതിൻ്റെ അടുത്ത് നിന്നോ? എൻ്റെ അടുത്തേക്ക് പോയി. രണ്ടുപേരും ഇവിടെ നിൽക്കും. ഇവിടേക്ക് അടുത്തോട്ട് നിന്നോ? ഇങ്ങോട്ട് നോക്കി. പക്ഷെ അടുത്ത് നിൽക്കണേ, അങ്ങോട്ട് ചാടി വരുമൊന്നുമില്ല. ഇങ്ങോട്ട് നോക്ക്. ആ പോയി. പിന്നെ അടുത്ത് വരുന്നല്ലോ. അതിനൊന്നും എനിക്ക് പേടിയില്ല. ഓക്കെ. ആൾക്കാരൊക്കെ ഓർമ്മ കാണത്തില്ല. ഇത് എല്ലാം ഉറക്കമാണ്. നല്ല ഉറക്കമാണ്.
climb and feed small rodent and birds, eggs and മുതല മുണ്ടക്കുഞ്ഞ് മുതല ജോസ് പ്രകാശിൻ്റെ. ആന്റി മുതല ഒരെണ്ണമാണോ തോന്നലോടി അനങ്ങുന്നില്ല, അനങ്ങുന്നില്ലേ? ഇതന്നെ ഈകളോ? ഇതല്ലേ ഈകള്? ഈ ഇരിക്കുന്നല്ലേ ഈകള്? അല്ല അതെ, അതില്ല ഇതാണ് ഈകള്. വൾച്ചർ വൾച്ചർ കഴിച്ചിട്ടില്ല വൾച്ചർ. ഈകളാണോ? ഇതേക്ക് നോക്കാം, കഴുകാനാണ് കഴുകാൻ. പിടിക്കണോ? പിന്നെ അവളെയോ Most common in world and is most common in the northern hemisphere and one of ഒന്ന് താഴെ കിടക്കുന്നുണ്ട്. ഫുഡൊക്കെ കഴിച്ചിട്ട് കിടന്ന് ഉറങ്ങുമെന്ന് തോന്നുന്നു. ഫുഡൊക്കെ കഴിച്ചിട്ട് കിടന്ന് ഉറങ്ങുക. എങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് കിടന്ന് ഉറങ്ങുമെന്ന് തോന്നുന്നത്. അതുകൊണ്ട് ഇതിനൊക്കെ നമുക്ക് ഇത്രയും അടുത്ത എക്സ്പീരിയൻസ് കാണാനും അങ്ങനല്ലേ? കമ്പിയില്ലായിരുന്നെങ്കിൽ ഇച്ചിരി ക്ലോസപ്പ് എടുത്താൽ. പാർക്കൊക്കെ ഉണ്ട്, പിള്ളേർക്ക് കളിക്കാനുള്ള പാർക്കുകളൊക്കെ ഉണ്ട് ഇതിനകത്ത്. ഗെയിം പാർക്ക്. കജൂർ കാഴ്ച കിടക്കുന്നു. ഈന്തപ്പഴം കാഴ്ച കിടക്കുന്നു. ആയ് ഒട്ടപ്പക്ഷി വിജയ അവിടെ നിന്നോ? വിജയ എടുത്തത് ഫോട്ടോ അവിടെ നിന്നോ? ഫുഡുണ്ടോ തപ്പി തപ്പി ആ നോക്കാം. ഇതിനു വേണ്ടി ഫുഡിന് വേണ്ടിയിട്ടുള്ള കൈ കാണിച്ചേ ഒച്ച കേട്ടോ വാടക്കുന്നതിൻ്റെ. അതെ മുറിയൊക്കെ ചെയ്തോട്ടെ അല്ലേ? ഓ ഒന്നുകൊണ്ട് ഓ കൈ വെച്ച് കൊടുത്താലോ? കൈ കടിച്ച ഇങ്ങനെ കൊടുക്കാം, വെള്ളം കൊടുക്കല്ലേ? അമ്മയിപ്പോൾ വിളിക്കുന്നത് ഇല്ല, വെള്ളം കൊടുക്കല്ലേ? എന്നാ ഭയങ്കരമായിട്ട് ശ്രദ്ധയുണ്ട്. ഭയങ്കര ശ്രദ്ധയാ. കണ്ണ് കണ്ടല്ലേ? കണ്ണ് പിടിച്ചാൽ കണ്ണ് കണ്ടോ? കണ്ണ് അതെ കണ്ണഞ്ഞ കണ്ണ കേട്ടോ. ഇവിടെ വരാൻ വേണ്ടിയാ. തലയിൽ തൊട്ട തലയിൽ. സിംഹമൊക്കെ ആയിരുന്നപ്പോൾ കൊണ്ടുപോയേനെ. ബിജിനെ കൊണ്ടുപോയേനെ. നമ്മളിപ്പോൾ ഇത് കൊടുക്കുകയാണെങ്കിൽ അടിക്കൂടെ കാലേക്കോലെ ഒന്നുമില്ല, കണ്ടില്ലേ? കൊണ്ടുപോയി. കാലെ പിടിക്കല്ലേ? കാലല്ലേ? ഇതിന്റെ രൂപമൊക്കെ ഉണ്ടല്ലേ? ഇത് വേറെ അല്ലേ? ഇതല്ലോ ഇമു എന്ന് പറയും. പക്ഷേ ഇത് സെയിം തന്നെ അല്ലേ? ഇതിന്റെ രൂപമൊക്കെ ഒരുമാതിരി ഒരു ഭീകരതയാണ്. ഭീകരതയാ. പക്ഷെ ഇത് ക്യൂട്ടാ. അത് ക്യൂട്ടാണ്. ഇത് കണ്ടല്ലേ? ഒരു ഭീകരതയാണ്. മോൻ ഭീകരതയാ. നമ്മുടെ നാട്ടിലൊക്കെ കണ്ടുവരുന്ന സൈസ് ആടാണ്. ആട്ടുമാമ. ആട്ടുമാമ. ബിജിന് ആടുമായിട്ടുള്ള അംഗത്തിന് കുറിപ്പിക്കുകയാണ്. ഇത് നമ്മുടെ നാട്ടിലെ പോലെ ചെവിയിലൊക്കെ
തൊട്ടോ തൊട്ടോ എർലിൻ തൊട്ടോ. മേടിക്കാനായിട്ട് ചെവിയിൽ ഒരു സാധനം ബിജിൻ്റെ മക്കളാണ് എർലിൻ അയറിൻ രണ്ടുപേര്. ഞങ്ങള് ഇത് കണ്ടോ, ആടിനെ കണ്ടോ? ആടിന്റെ ചെവിയിൽ അതിനെ ബിജിൻ താമസിക്കുന്ന ഹെയിലാണ്, ഞങ്ങൾ അടുത്ത് താമസിക്കുന്നതാണ്. ആ ഫ്രണ്ടാണ്. ഇട്ടിട്ടുണ്ട്. എന്താ അതിനകത്ത് പറഞ്ഞിട്ടുണ്ടിരുന്നു. കമൻറ്റ് പറ. ഒത്തിരി പൈസകൾ ആർക്കെങ്കിലും വിൽക്കാനായി. എന്താ? ഇത് ആടാണ്. ഇതിന്റെ ചെവിയിലൊക്കെ ഒരു ടാഗ് തൂക്കിയിട്ടിട്ടുണ്ട്. അത് ആണാണോ പെണ്ണാണോ എന്ന് തിരിച്ചറിയാനായിട്ട്. എല്ലാത്തിനും ഇല്ല. ഇത് പെണ്ണാ. നല്ല ഭംഗിയായിട്ട് ഗാർഡനിങ് എല്ലാം എല്ലാ സൈഡുകളിലും നല്ല മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് ഇവർ. ഗാർഡനിങ് കാര്യങ്ങളൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ടാണ് ഇവർ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഗ്രീൻ മങ്കി എന്ന് പറയും. ഗ്രീൻ മങ്കി. ഗ്രീൻ മങ്കി കണ്ടോ, ലൈറ്റ് ഗ്രീൻ ആണ്. ലൈറ്റ് ഗ്രീൻ ആണ്. എടാ ഇവിടെ നിൽക്കുവാണോ നീ? അയ്യോ ഇത് അമ്മയും അത് മോനും വന്നു. സൗണ്ട് കിട്ടി. ഇത് കളിക്കുന്നതല്ലേ? ഇവിടേക്ക് അടുത്തോട്ടേക്ക് കളിക്കുന്നതാണ് ഇപ്പൊ കാണിക്കുന്നത്. ഡാൻസ് കളിക്കുവാണ്. കണ്ടോ കണ്ടോ. അന്നയും ഇതിനെ അയറിനെ കണ്ടപ്പം കൂട്ടുകാരെ കണ്ടപ്പോൾ ഡാൻസ് കളിക്കുവാണ്. ഇങ്ങോട്ട് വയ്ക്കും. മങ്കി മുട്ടായി കണ്ട് കൊതിക്കുന്നുണ്ടോ? മുട്ടായി കൊടുത്ത് ഒരെണ്ണം കൊടുത്തേ. ഇടാ ഓണങ്ങോട്ട് പോലെ ഇട്ടോ നീ. കൊടുക്കത്തില്ലടാ. ഇങ്ങനെ കാണിച്ചേ, കൊടുക്കണ്ട, കാണിച്ചേ കാണിച്ചാൽ മതി, എടുക്കുമോ നോക്കാം. കാണിച്ചേ ഭയങ്കര സാധനമാണ്. അത് അതിനേക്കാളും വലിയ ഭംഗി. നോക്കിയിരിക്കുന്നുണ്ടോ? ഇങ്ങനെ ഒന്ന് വെച്ച് കണ്ടോ. കൈ എടാ എന്നെ ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. കൈ തുറന്ന് നോക്കിയോ. ദേഷ്യം കൊണ്ട് ഇഷ്ടപ്പെട്ടോ? ഊഞ്ഞാലാടുന്നുണ്ട്. മുട്ടായി മേടിക്കാൻ വേണ്ടി മുട്ടായി കൊടുക്കുമ്പോഴത്തേക്ക് മുട്ടായി മേടിക്കാൻ വേണ്ടി കൈ നീട്ടുവാണേ. കാണിച്ചേടി. ഇതുണ്ട് മുട്ടായി മേടിക്കാൻ വേണ്ടി കൈ നീട്ടുവാണേ. മനുഷ്യന്റെ കൈ പോലെ തന്നെ അല്ലേ? എനിക്ക് മനുഷ്യന്റെ കൈ പോലെ തന്നെ അല്ലേ? സെയിം കണ്ടോ, മുട്ടായി മേടിക്കാൻ വേണ്ടിയേ. കേട്ടോ ഡാൻസ് കളിച്ച് ചുമ്മാ പൈസ മേടിക്കുമല്ലോ. ഡാൻസ് കളിച്ച് കാണിച്ചിട്ടോ. കൊടുക്കല്ലേ. തൊണ്ടല്ല കുടുങ്ങി ചിലപ്പോൾ തട്ടുപോയി. ഒന്നും കൊടുക്കല്ലോ നീ കേട്ടോ. ഇത് ചുമ്മാ സാധനം മേടിക്കാൻ ജോലി കേട്ടോ. ഇത് ജോലി കേട്ടോ. ഡാൻസ് കളിച്ച് കാണിച്ചിട്ടോ ചോദിക്കുന്നത്. ഇവൻ ചൂടായിട്ടുണ്ടോ ഇവന്? പലതരത്തിലുള്ള പ്രാവുകളാണ്. ഒരു പേരുള്ളൂ. പലതരത്തിലുള്ള പ്രാവുകളുണ്ടോ. പിങ്ക് പ്രാവുകളൊക്കെയാണ്. താറാവാണോ? അത് താറാവല്ലേ? ഇത് തത്ത. ഇത് വേറെയാണ് തോന്നുന്നു. ഇത് വലിയ തത്തയാ. ഇത് വേറെ സൈസാ. ഇതിന് കാലം കണ്ടോ? നേപ്പാളി പാരറ്റാണ്. ഇത് നേപ്പാളി പാരറ്റ്. ബിജിനെ എൻ്റെ കയ്യെ കണ്ടോ? മോതിരം വളയിട്ടേക്കുന്നുണ്ടോ? നേപ്പാളി പാരറ്റ്. നേപ്പാളി പാരറ്റ്. കോഴിക്കുഞ്ഞും താറാവ് കുഞ്ഞുങ്ങളും ഉണ്ട്. നേപ്പാളി പാരറ്റ് രണ്ടും മിക്സ് ചെയ്തിട്ടേക്കുവാ. കോഴിക്കുഞ്ഞും താറാവ് കുഞ്ഞും ഉണ്ട്. താറാവ് കുഞ്ഞാണ് ആ മഞ്ഞ കളറിലുള്ള. ഇവിടെ അറിയുന്നേ വെളിയിൽ നിന്ന് അറിയായിരുന്നേ. അവിടെ ഒരു തത്തയും കൂടി ഉണ്ട് അങ്ങ് സൈഡിൽ. ഒളിച്ചിരിക്കുക. ഇതോ ഇതെന്നാ സാധനം ഇതിനെ? സൺകുണൂർ എന്ന് പറയും. ഇത് നല്ലപോലെ ഇണങ്ങുന്നതാണ്. സോണായിട്ടൊക്കെ നല്ലപോലെ ഇണങ്ങി. തത്തയാണ്. പാരറ്റ് കാറ്റഗറി പെട്ടാണ്. എന്ത് പട്ടിയാണ്? കഴുതപ്പുലിയോ? കഴുതപ്പുലി എന്ന് പറഞ്ഞ സാധനമാണ്. കഴുതപ്പുലി ഒന്ന് തലയും കുത്തി കിടന്ന് ഉറങ്ങും കേട്ടോ. ബിരിയാണിയൊക്കെ കഴിച്ചിട്ട് കിടക്കുമെന്ന് തോന്നും. ഇതിനെ ബിരിയാണിയൊക്കെ കഴിച്ചിട്ട് കിടത്ത് ഉറങ്ങുമെന്ന് തോന്നും. തലയും കുത്തി കിടന്ന് ഉറങ്ങുന്നുണ്ടോ? ഇത് എത്ര വൃത്തിയായിട്ട് ഇട്ടാലും ഒരു വൃത്തിയില്ലാത്ത ഇതല്ലേ കണ്ടാലൊരു. അത് നെറ്റിയിലൊക്കെ മുറിവാണ്. അതെ, രണ്ടും കൂടെ കടി കൂടുന്ന പിഞ്ചസ് ലവ്.
എന്നാ ഇത് സാധനം ലവേഴ്സ് അല്ലേ ഇത്? അതന്നെ ലവേഴ്സ് തന്നെ. ഇരിക്കാനുള്ള സ്ഥലങ്ങളുണ്ട്, ഫുഡ് കഴിക്കാനൊക്കെ ഉള്ള. ആഫ്രിക്കൻ ലവേഴ്സാണിത്. അവിടെ ഇരിപ്പുണ്ട് എല്ലാം ആഫ്രിക്കൻ ലവേഴ്സ്. അറബ് ഹൈന. ഇതുണ്ട്, ഇതെന്നെ സാധനം? ഹൈന ഹൈന. ആഫ്രിക്കൻ അല്ലേ? അറബിക്കല്ലേ? ഇവിടെയുള്ള സാധനമാണോ അപ്പോൾ ഇത്? മരുഭൂമിയുള്ളതാണ് അല്ലേ? അതെ. ലുട്ടിനോ തത്തയാണ്, തത്തയും ലവ് ബേർഡ്സ് അല്ലേ? ആഫ്രിക്കൻ ലവേഴ്സ് എന്നാണ് അതിൻ്റെ പേര്. ഇത് വേറെ വെറൈറ്റി രസമുണ്ട് കാണാൻ അല്ലേ? ഇത് ഫിഞ്ച് സീബ്ര. ചെറുത്. നടക്കും ചേച്ചിയൊക്കെ നടക്കുന്നത്. നടന്ന് തപ്പ എടുക്കാറ്. എവിടുത്തെയാണ്? ആഫ്രിക്കൻ അണ്ണാനാണോ? സാധനം ആഫ്രിക്കനാണ്. ആഫ്രിക്കൻ അണ്ണാൻ അല്ലേ? ആഫ്രിക്കൻ അണ്ണാൻ. ആഫ്രിക്കൻ അണ്ണാനാണ്. ആഫ്രിക്കൻ മേലെ കയറിയിരിക്കുക. അവിടെ ഇഷ്ടംപോലെ ഉണ്ടല്ലോ. കോക്ടെയിലോ? ഇവിടെ ഇഷ്ടംപോലെ ഉണ്ടോ? അതിന് പ്രത്യേക കൂടുകളൊക്കെ ഉണ്ട് കേട്ടോ. കൂടിനകത്തുനിന്ന് ഇറങ്ങി കണ്ടോ, കൂടുണ്ടാക്കി വെച്ചിരിക്കുന്നുണ്ടോ? ആ കൂടിനകത്ത് തലയിട്ടിരിക്കുന്നുണ്ടോ ഒരെണ്ണം? ഇല്ല, ഓന്ത് കടിച്ചാൽ മരിക്കുന്നല്ലോ. ഓന്ത് കളർ മാറിയിരിക്കുന്നല്ലോ. ഓന്ത് പ്രാവല്ലിത്. പ്രാവിൻ്റെ പല വെറൈറ്റിയുള്ള പ്രാവുകളാണ്. ഇഗ്വാന ഇതിന് വലിയ ഓന്ത്. ഇതിന്റെ കളർ മാറുമായിരിക്കും. കോഴി രാജകീയമായിട്ട് നടക്കുകയാണ്. പൂവൻ കോഴി. വീട്ടിൽ വളർത്താം. ഇതുപോലെ വലിയ കൂടൊക്കെ വെച്ച് വളർത്താൻ പാടില്ല. കൂടൊക്കെ വെച്ച് വളർത്തി കഴിഞ്ഞാൽ അത് പൊടി അതിനൊരു പൊടിയുണ്ട്. വീട് ക്ഷയിച്ചു പോകുന്ന ഗിനിപ്പന്നിയാണിത്. ഗിനിപ്പന്നി അതാണ് വിലയിരിക്കുന്നത്. നമ്മുടെ അത്തമ്മയെ കൊണ്ടിടുവാണെങ്കിൽ അവർ 2 ദിവസം കൊണ്ട് ഇറക്കി വിടുവേനെ കേട്ടോ. കാറ് ഇവിടെ എല്ലാം വേളമായിരിക്കും. ഗിനിപ്പിഗ് തത്ത ഇരിക്കുന്നു. ഒരു തത്ത പിന്നുണ്ടോ ഇവിടെ നിന്ന്? അല്ലെങ്കിൽ ഇത് താഴെ ഏനിയെ കണ്ടോ? മുള്ളമന്നി അത് മോന്തണ്ടോ? അതിൻ്റെ മുള്ളമന്തിൻ്റെ മുഖമാണ് നമ്മൾ കാണുന്നത്. ഫേസ് ടു ഫേസ്. പല്ല് പൊങ്ങിയിട്ടുണ്ട്. കമ്പി ഇടാൻ വേണ്ടി കൊണ്ടുകൊണ്ടിട്ടുണ്ട്. തത്ത മുള്ളമന്തിൻ്റെ ഇടയ്ക്ക് തത്ത ഇരിക്കുന്നുണ്ടോ? മുള്ളമന്തിൻ്റെ മുഖമാണ്. മുള്ളമന്തിൻ്റെ മുഖം. കാരണം മുള്ളമന്തി
ഇത് കുടയോ അമ്പ് കയറുന്ന പോലെ കയറും ഇത് അതെ അതെ കുറഞ്ഞു കഴിഞ്ഞാൽ അമ്പ് കയറുന്ന പോലെ കുറച്ച് കയറും പിന്നെ ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ അതെ ക്യാമറ പിടിക്കുന്ന ഇഷ്ടമില്ല മേമോ വേണ്ടേക്കുന്നു മേമോ ഇത് ഈ സാധനം മാറ ഇതെന്നത് എന്നൊക്കെ ജീവികളാ അല്ലേ താഴോട്ട് നോക്കി കണ്ടോ ഇതെന്നാ ബിജിനെ ഇത് ഇതെന്ത് സാധനം ഇത് കുറക്കണോ അത്രേ ഉള്ളൂ. ഈ മൊയിലും മാനും റാബിറ്റൂടെ ചേർന്ന് മാരയായോ മാരേ അതെ അതെ അത് തന്നെ മാനും റാബിറ്റും കൂടെ ചേർന്നുണ്ടായ സാധനമാണ് മാര മാര ഏകദേശം കണ്ടാൽ ആ രൂപം തന്നെയാണ്. എല്ലാം നിന്റെ വീട്ടിലുള്ളതല്ലേ ഇതാ നടന്നോ അല്ല താഴോട്ട് നോക്കി എടുക്കണ്ട ഞാൻ ഇറക്കി വിട്ടായിരുന്നു ഇറക്കി വിട്ട് പാടെ പോയി കയറി വൃത്തിയായിട്ട സാധനമുള്ളത് കളഞ്ഞു കൊടുത്തിരിക്കുന്നത് എന്താണ് ഇതെന്നാ സാധനം ഇത് ഇത് വെള്ളത്തിൽ കൂടെ നീന്തുന്ന കേട്ടോ കാലിന്റെ കലയിലൊക്കെ ഉണ്ടോ. ആ ശരിയാ ഒരുപാട് വെറൈറ്റീസ് എല്ലാ കുണ്ടും തത്തിയിട്ടേക്കാണല്ലോ അതിനകത്ത് എല്ലാം തത്തി മുളമതിലൂടെ എല്ലാം തത്തിയിട്ടേക്കുമല്ലേ തത്ത എല്ലാവരും ഒത്തു പോകുന്നതാന്ന് തോന്നുന്നു കേട്ടോ അല്ലേ തത്ത എല്ലാ ജീവിതവും ഒത്തു പോകുന്ന തോന്നുന്നു അല്ലേ മുളമതിക്കകത്തും അതിനകത്ത് എല്ലാത്തിനും തത്തിയിട്ടേക്കും പ്രാവിൻ്റെ കൂടെ ഫോട്ടോ എടുക്കാൻ വേണ്ടി നിൽക്കുക ഫോട്ടോ എടുക്കാൻ വേണ്ടി പോസ് ചെയ്യാം. ഫോട്ടോ എടുക്കാൻ പോസ്റ്റ് ചെയ്യണം ഞാൻ ആ പോസ്റ്റ് ചെയ്താ കേട്ടോ ഓക്കെ ആദ്യം പറയാം നമ്മളോട് നമ്മൾ വന്നതിന് എന്നിവിടം ക്ലീൻ ആക്കണമെന്നോ ഏതാണ്ടൊക്കെ പറയുമോ ചൂട് വൃത്തിയല്ലെന്നോ ഫുഡ് ശരിയല്ലെന്നോ തത്തയാണ്ട് ബിജിനുമായിട്ട് സംസാരിക്കുകയാണ് ഇന്നിവിടെ നിൽക്കാനൊക്കെ പറഞ്ഞു ബിജിനോട് കേട്ടോ ആ ഓക്കെ എല്ലാം റെഡിയാക്കാം കാണുമ്പോൾ എല്ലാം റെഡിയാക്കാം അത് തന്നെ പേടിയൊന്നുമില്ല മനസ്സിലാക്കി അവർ പേടിയൊന്നും ഇല്ലാത്താന്ന് തോന്നുന്നു അല്ലേ. ആ പേടിയൊന്നുമില്ല എല്ലാം റെഡിയാക്കാന്ന് പറഞ്ഞത് കണ്ടോ നല്ല ഇണക്കോ അല്ലേ ആ അത് തന്നെ നല്ല എണ്ണ. അടുത്ത പേര് പീക്കോക്ക് മയിലാണ് നിൽക്കുന്നത് മയിലെ മയിലിനെ കണ്ടോ മയിൽ നല്ല ഫീൽ വിരുത്തി ആടാൻ വേണ്ടി റെഡി ആയിട്ട് നിൽക്കുവാണ് താഴ്ത്താനൊന്നും ഇല്ലല്ലേ നല്ല രസമല്ലേ പട്ടി വലിയ സൈഡ് ഡോഗ് ഇതാണോ സിനി നമ്മുടെ ഇവിടുത്തെ പൊന്മാനിയില ആ വേളാമ്പലം അല്ല ഫോട്ടോയിലുള്ളത് ഇല്ല ഇത് കണ്ട് ഫോട്ടോയിലേ ഉള്ളു കളറ് പട്ടിയല്ലേ ഫോക്സ് റെഡ് ഫോക്സ് പട്ടി അതിന് പോയെന്ന് തോന്നുന്നു അല്ല ഫോക്സ് കൈ നീട്ടുന്നുണ്ടോ എന്നാ വേണ്ടേ കൈ നീട്ടുന്നുണ്ടോ കഴിഞ്ഞിട്ടോ തിന്നാൻ കൊടുക്കുന്നില്ല തിന്നാൻ കൊടുക്കാതിരിക്കാനോ 2 കമ്പി ഇട്ടായിരുന്നു 2 കൈ നീട്ടോ 2 കൈ നീട്ടി എന്തേലും തരണേ എന്തെങ്കിലും തരണം അതല്ലേ എന്തേലും തരണം എനിക്ക് മനുഷ്യൻ്റെ കൈ പോലെ തന്നെ എന്നെപ്പോലെ എന്നെ പ്രാവ് കേട്ടാ സമാധാനമായി പറന്ന് പോയപ്പോ കൈ കഴുകാൻ സൗകര്യം ഉണ്ടോ അവിടെ ബാത്റൂം ഉണ്ട് അത് ചത്തുപോയത് ഉണങ്ങി വെച്ചേക്കുന്നതാണ്
ചത്തതിനെ ഉണക്കി വെച്ചിരിക്കുന്നതാണിത്. എംബാം ചെയ്ത് വെച്ചേക്കണോ? തത്തയുണ്ട്, അതുപോലെ ഇത് കുരങ്ങനല്ലേ, കുരങ്ങനുണ്ട്. പിന്നെ ഇത് തന്നെ തത്ത, മൂന്ന് കഴുകണം. ഈ കഴുകന്. പിന്നെ ചത്തേനെ ഉണക്കി ഫ്രൈ ആക്കി വെച്ചേക്കോ, ഉണക്കി. ഇതെനിക്ക് ഒന്ന് ആടിന്റെ അങ്ങാണ്ട് തലയാന്ന് തോന്നുന്നു. ആമ എല്ലാം ഉണ്ട്. എല്ലാം ഇങ്ങനെ ഇതിൽ തന്നെ എത്തുപോയതായിരിക്കും. ചത്തിട്ട് ഇങ്ങനെ ഉണക്കി വെച്ചേക്കുന്നത്. പ്ലാസ്റ്റിക് അല്ലേ? കയറി ഇവിടെ തണലത്ത് കുറച്ച് നിൽക്കാം. കോഴിയാണത്, കരിങ്കോഴി മാത്രമേ ഉള്ളൂ. അതിന് തല കണ്ടോ? തല കരിങ്കോഴി. ആ, ആമ കണ്ടോ? വലിയ ആമ. ആമയാടും കോഴിയെല്ലാം ഒരുമിച്ചാ. എന്താ ആമ, ആട്, കോഴി, മയില് എല്ലാം ഒരു കൂടിനകത്ത്. വലിയ ആമ കണ്ടോ? വലിയ ആമ കിടക്കാണ്. വലിയ ആമ, മയില്, മക്കാവോ എല്ലാം ഒരുമിച്ചാ. മക്കാവാണ്, മക്കാവോ. മക്കാവിനെ പിടിച്ചാൽ മതി. മക്കാവിനെ പിടിച്ചിരിക്കുകയാണ്. കടിക്കുവേ, കടിക്കുന്നത്. നമ്മുടെ 100 ഗ്രാമുള്ള തത്ത വരെ കടിച്ച് പറഞ്ഞാൽ കുറച്ചുകൊണ്ടിരിക്കുക. എടാ മക്കാവൂ, എടാ മക്കാവൂ, മക്കാവൂ എൻ്റെ ഫോണും കൊണ്ട് പോവോ? ഇത് ചവിട്ടുന്നുണ്ടോ? ഇതിനെ ഫോണെ ചവിട്ടുന്നുണ്ടോ? ചവിട്ടുന്നോ നീ? ചവിട്ടുവാണോ നീ? മക്കാവോ, മക്കാവോ, മക്കാവോ ചവിട്ടുവോ നീ? ചവിട്ടുവാ ഉണ്ടാ? നിന്റെ കയ്യെ തൊട്ടു. അടത്തു കയ്യെ തൊട്ടപ്പോൾ കാറുന്നു. ഇങ്ങോട്ട് എവിടെ നിൽക്കുക? മക്കാവോ, അയ്യോ ഇത് എവിടെ നിൽക്കുക? നീ കൈ കടിക്കുക. ഇതാണ് മക്കാവ്. മറ്റേ പോലെ അല്ല. സോരൊക്കെ വരും. നിങ്ങൾ തിരിഞ്ഞു നിൽക്കി പിള്ളേരെ. ഇങ്ങോട്ട് നിൽക്കുക. അങ്ങോട്ട് നിൽക്കടി. ഇങ്ങോട്ട് ഇങ്ങനെ ചാരി ഇച്ചോടെ മാറിക്കുക. ആ, എവിടെ വന്നെടുത്തോ നീ? നല്ലൊരാൾ ഇവിടെ ഇരിപ്പുണ്ട്. ഇവിടെ വന്നെടുത്തോ. കമ്പനിയോ? ഞങ്ങൾ ഉണ്ടാകുമ്പോഴേ കറക്റ്റാ. ഇല്ലടാ ബിജിന്റെ അടുത്തിരിക്കുന്ന ആളും നല്ല എടുത്ത് പിടിക്കുമോ? ഇത് ആടല്ലേ? മാനല്ലേ? മാനല്ലേ? മാനാണത്. മാൻകുഞ്ഞല്ലേ? മാൻകുഞ്ഞ് മാനല്ലേ? മാനാണിത്. മാൻകുഞ്ഞാണിത്. എന്താ മാൻകുഞ്ഞാണ്. തൊട്ടോടി, തൊടറി. എന്താ തൊടറി അങ്ങോട്ട്. മാൻകുഞ്ഞാണിത്. അയ്യോ പഠിക്കരുതേ. സോറി. ഇഷ്ടമാ. അത് മുട്ടായി കണ്ടിട്ടാ അവളുടെ. എനക്കുള്ള മുട്ടായി പോലത്തെ എന്തോ ഇരിക്കുന്നുണ്ട്. 2 ഇഞ്ച് പോരും അല്ലേ? 2 ഇഞ്ച് പോരും കേട്ടോ കൂടെ. 2 മക്കാവ്. അത് വേണ്ട, അത് വേണ്ട. മക്കാവ് കണ്ടോ? പിന്നെ തൊട്ടാ കടിക്കോ നീ? അത് കോഴിയല്ലടാ. അത് ആട് ആമയുടെ പുറത്ത് ചവിട്ടി നിൽക്കുക. ആമയ്ക്ക് ഒരു പ്രശ്നവുമില്ല അല്ലേ? പുറത്ത് ചവിട്ടി നിന്നിട്ട് ഒരു പ്രശ്നവുമില്ല. കേട്ടോ? ആമയുടെ പുറത്താണ് ആട് നിൽക്കുന്നത്. നീ വരുവാ ബിജിനെ? നീ പോരുക സാധനം നമ്മുടെ കൂടെ വരുവാ കേട്ടോ.
നമ്മളങ്ങ് ഇഷ്ടപ്പെട്ടു. പോരുവാ. വാടാ വാടാ കൊമൻസ് അത് വരൂ കേട്ടോ. അപ്പൊ കൊമൻസ് കിട്ട്. ഇതിനും ഭയങ്കര സ്നേഹമുള്ളൂ. മാനെ നിന്നെ കിട്ടുവാണെങ്കിൽ ഞങ്ങൾ വറുത്ത് ഫ്രൈ ആക്കിക്കാൻ. ആമ നടക്കുന്നതാണ്. അവൻ നടന്ന് പോകുന്നുണ്ട്. ആമ പതിയെ നടന്നു പോവാണ്. ആമ ഇല്ല, ആമ വലിയ സൈസ് ആമയാണ്. കെണ്ടിപ്പോലെ മാന് ഭാഗത്ത് വെച്ചെടുക്കാം കേട്ടോ. മാനല്ലേ ഇത്? മാനല്ലേ വിജയനത്? അതെ അതെ അതെ. നല്ല രസമുണ്ടല്ലേ? കൊമ്പുണ്ടല്ലേ അതിന്റെ അപ്പുറത്തേതോ? അത് കേഴയല്ലേ? കേഴയാണോ? ആണോ? അതുമായിട്ട് തന്നെ വ്യത്യാസം സിനി? അതൊരു ഇത് വർഗത്തിൽപ്പെട്ടോന്നേ ഉള്ളൂ. പേര് വ്യത്യാസം. പലതരത്തിലുള്ള മാനുകളൊക്കെയാണ് ഇവിടെ ഉള്ളത്. ഇത് കണ്ടോ, നമുക്ക് വേണമെങ്കിൽ തൊടുവൊക്കെ ചെയ്യാം. പലതരത്തിലുള്ള മാനുകൾ അവിടെയുണ്ട്. കൊമ്പുള്ള മാനൊക്കെ ഉണ്ട് ഇവിടെ. കുതിരയും ചുമന്ന കുതിരയും റെഡ് കുതിരയൊക്കെ ഉണ്ട്. പണ്ടൊക്കെ ഇത് റൈഡ് ചെയ്യാൻ വേണ്ടി റൈഡ് ചെയ്യുമായിരുന്നു. പക്ഷേ ഇപ്പോൾ അങ്ങനെ റൈഡിങ് ഒന്നുമില്ല. ഇപ്പോൾ അവധി ഇപ്പോൾ ഹോളിഡേ ഒക്കെ ആയത് കാരണം അങ്ങനെയൊന്നുമില്ല. കളിക്കുന്ന സ്ഥലമൊക്കെയാണ്. ഇപ്പോൾ ഈ കൊറോണ പ്രമാണിച്ച് ഇപ്പോൾ ഇവിടെ ഒന്നും ഓപ്പൺ ഒന്നുമല്ല. സ്വിമ്മിംഗ് പൂളാണ്. ചെറിയ സ്വിമ്മിംഗ് പൂൾ. അതിനകത്ത് നിങ്ങൾ പിള്ളേർക്ക് കളിക്കാനുള്ള സ്ഥലമാണ് പ്രത്യേകമായിട്ട്. ഇതെല്ലാം ഇപ്പം ക്ലോസ് ചെയ്തിട്ടേക്കുവാണ്. കണ്ടുപിടിച്ചിരിക്കും ആദ്യം. അവിടെ നിന്നോ. കുതിര അടുത്ത് വന്നാണ്ടോ? കയറിക്കോ ഓർത്തോട്ടെ. കുതിര ആണാ പിടിച്ചോ. കുതിരയാണ്, ആൺകുതിര. തൊട്ടോ നിൽക്കേ. ഇത് ആൺകുതിരയാണ്. കുതിരയെല്ലാം അടുത്ത് വന്നിരിക്കുകയാണ്. കുതിര തൊടാൻ വേണ്ടി വന്നിരിക്കുക. കുതിര ഇങ്ങോട്ട് വരൂ. പോസ്റ്റ് ചെയ്തോ. ഇത് ആൺകുതിരകളാണ്. ക്യാമറ നമുക്ക് ക്യാമറയ്ക്ക് വേണ്ടിയൊക്കെ പോസ്റ്റ് ചെയ്ത് തരും. എല്ലായിടത്തും വന്നിരിക്കുകയാണ്. കുതിരയുടെ അടുത്ത് എല്ലാവരും നിൽക്കുകയാണ്. കുതിരയുടെ അടുത്ത് വിജിന ഫാമിലി. അന്നെ കുതിര അടുത്ത് നിൽക്കടി. ഇങ്ങോട്ടുണ്ടോ? കുതിര എടുത്തോണ്ടോ? പിടിക്കടി. കുതിരേ ഇതാണ് ഒട്ടകം. ഒട്ടകമെല്ലാം കാണാൻ പറ്റത്തില്ലടി. ഇവിടെ ഒട്ടകത്തിനടുത്ത് നിന്നോ. നിൽക്കാതെ ഇവിടെ നിൽക്കടി. ഒട്ടകത്തിൻ്റെ അടുത്ത് കടിക്കും കേട്ടോ. വാങ്ങിക്കാത്ത കൊടുക്കല്ല, കടിക്കും. ഒട്ടകം 2 എണ്ണം ഉണ്ട്. കറുത്ത ഒരു ഒട്ടകം ഉണ്ട് വെച്ചിട്ട് ഓടിക്കാൻ വേണ്ടി നേരത്തേക്ക് ഇപ്പോൾ ഇല്ലെന്ന് തോന്നുന്നു. ഇതുവഴി നമുക്കിങ്ങനെ ഓടിച്ച് നമുക്ക് പോകാൻ പറ്റും ഈ ബൈക്ക് കൊണ്ട്. നിങ്ങൾ ആഞ്ഞാട് ഇരിക്കുഞ്ഞോ. എല്ലാവരും ഫുഡ് കഴിക്കുന്ന തിരക്കിലാണ്. സ്നാക്സ് കഴിക്കുന്ന തിരക്കിലാണ് അല്ലേ? ചിപ്സ് ആണ്ടി നീ ഉണ്ടാക്കിയാണോ? ചിപ്സ് നീ ഉണ്ടാക്കിയാണോ? ഉണ്ടാക്കിയതാ.
കവറൊക്കെ എവിടെ നിന്ന് കിട്ടി? ഞങ്ങളെല്ലാം ചിപ്സ് തന്നെ ചിപ്സ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ചിപ്സ് കഴിക്കുകയാണ്. ഇന്ന് റിലാക്സ്. ചായ ഇല്ല, ജ്യൂസ് കുടിക്കുന്നു, വെള്ളവും. ഇവിടെ ഇരുന്ന് കഴിക്കാനുള്ള സ്ഥലമൊക്കെ ഉണ്ട്. ആരും വന്നാൽ ഇവിടെ നിന്ന് കഴിക്കാനുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്. ബിസ്ക്കറ്റോ? ബിസ്ക്കറ്റ് തിന്നിട്ട് ചോക്ലേറ്റ് ഇല്ലാത്ത ഭാഗം തിന്നോളെ. പാർക്ക് നിൽക്കുകയാണ്. അതിൻ്റെ ബാക്കിലുണ്ട് ഫുള്ള് ഹോൾസിൻ്റെ കേജാണിത്. ഇവിടുന്ന് ഞങ്ങൾ രണ്ടുപേരും ഇങ്ങോട്ട് നോക്കടി. അങ്ങോട്ട് നോക്ക്. എല്ലാവരും ഉണ്ടോ? എർലിൻ എന്തിയേ? അല്ല പാർക്കിൽ നിന്നും അവളെന്തിയേ? ആ ഓക്കെ ഓക്കെ. എങ്ങനെ ഇതിനോട് നിന്നോ? ഇങ്ങോട്ട് മാറി, ഇങ്ങോട്ട് മാറി. ആണോ? ഒന്നും കാണത്തില്ല. അങ്ങോട്ട് എങ്ങോട്ടാണ്? ഇത് കുതിര, ഇത് തന്നെയാണ് കുതിര തന്നെയാണത്? അതെ കുതിര. ചെറിയ ടൈപ്പ് അല്ലേ? എന്ത് മരം ഇത്? തണൽ മരം വന്നു അല്ലേ? ലാർജസ്റ്റ് ആടി ചിരിച്ചോണ്ട് വരുന്നുണ്ട്. ചിരിച്ചോണ്ട് ബംഗാളി ടൈഗർ. ധൈര്യം ഉണ്ട് ഇവിടെ, ധൈര്യം ഉണ്ടെങ്കിൽ. ബംഗാളി ടൈഗർ ഇരിക്കുന്നുണ്ട്. ടൈഗർ ധൈര്യം. പേടി ഞങ്ങളങ്ങനെ പേടിച്ചു പോയി. ബംഗാളി ടൈഗർ. അത് ചെയ്തോളൂ. ഈ സുഖം കൊണ്ടുപോയാലോ? പോയോ? കുട്ടിയോ? എക്സസൈസ് ചെയ്യോട്ടോ, ഉലാത്തുവാ. കണ്ടോ? ഉലാത്ത് നടക്കുവാ, എക്സസൈസാ. അടിപൊളി. നല്ല സെറ്റപ്പായിട്ട് കിട്ടി അല്ലേ? ഇതിനെടുത്ത് വീഡിയോ കൈനകത്ത് നിങ്ങൾക്ക് കൈ കയറ്റാൻ പറ്റത്തില്ലേ? എക്സസൈസ് ചെയ്യുന്നാടി. ആരെ തിന്നണോ ആരെ കഴിക്കണോന്ന് ആലോചിക്കുന്നത്. 10 നടപ്പണ ഫസ്റ്റ് വരുന്നവരെ ആരെ തിന്നും? അന്നെ നോട്ടോട്ടെ. തന്നെ എല്ലാം പൂച്ച കുഞ്ഞ്. നല്ല ഫോട്ടോയ്ക്ക് ബസ് നടക്കുന്നുണ്ട്.
ബംഗാളി ടൈഗറാണോ? ബംഗാളി ടൈഗർ. ടൈഗർ ഫേമസ് ടൈഗർ അല്ലേ? ബംഗാൾ ടൈഗർ എന്താടി? ഭയങ്കര പൈസയല്ലേ ഈ സാഹചര്യം പുലിയും ആ അതെ അതെ അതെ. അത് ഇതിൽ നിന്ന് വരുമാനമില്ല, അതിൽ ഓൾറെഡി റിച്ചാണ്. ഒക്കെ എവിടെ പോയി കൊണ്ടുവന്നായിരിക്കും അല്ലേ? ഞാൻ നോക്കുക. കല്ലൊക്കെ കൊണ്ടോപ്പേ അതിൻ്റെ കൈക്ക് ഒരേ അടിച്ച് നമ്മുടെ തല പൊട്ടിത്തെറിച്ച് പോകും. ആണോ? കൈക്കത്ര പാറ ഇതിനൊക്കെ എന്നായിരിക്കും ഭക്ഷണം കൊടുക്കുന്നത്? ഇറച്ചി. അപ്പോൾ ഞാൻ ചോദിച്ചോട്ടെ, ഇപ്പോൾ ഈ കോവിഡൊക്കെ ആയതുകൊണ്ട് അടിഞ്ഞ് കിടന്നിട്ട് ഇറച്ചിക്ക് മേടിക്കാൻ അയാൾക്ക് പൈസ വാങ്ങുമോ? മൊത്തം ആമക്കുഞ്ഞുങ്ങൾ. ആ ആൾക്കാരൊക്കെ കാണാൻ സമയം വരുമ്പോൾ ഈ സംഭവം ഇവിടെ നിൽക്കാം. എല്ലാവരും കൊണ്ടുവരുമ്പോൾ പറിച്ചു വെക്കും അല്ലേ? ശരിയാ. കമോൺ കമോൺ കമോൺ. ഇതിൻ്റെ എല്ലാ കറക്കങ്ങളും കഴിഞ്ഞ് തിരിച്ച് പോകാനുള്ള പരിപാടിയിലാണ്. ഇത് ബാക്കി കാണുന്നതാണ് നമ്മുടെ പാർക്ക്. സൂ സോറി. അത് കഴിഞ്ഞ് നമ്മൾ ഇപ്പോൾ എത്തി തിരിച്ച് വീട്ടിലോട്ട് പോവാം. ഓക്കെ, ബൈ ബൈ. ബൈ ബൈ. ബൈ. ഫിഷ് മാർക്കറ്റ്. നമ്മളെല്ലാവരും ഫുഡ്ലാൻഡിലേക്ക് പോവാണ് ഫുഡ് കഴിക്കാൻ വേണ്ടി. ഈ ഫുഡ്ലാൻഡ് ബ്യൂട്ടി ഹെൽത്ത് മാർക്കറ്റ് അൽക്കൂതിനടുത്തുള്ള ഫുഡ്ലാൻഡാണ് നമ്മൾ കയറിയിരിക്കുന്നത്. ഇവിടെ കോവിഡ് മാനദണ്ഡങ്ങളെല്ലാം പാലിച്ചാണ് നമ്മുടെ അകത്തോട്ട് കയറ്റി വിടുന്നത്. ഇവിടെ ടെമ്പറേച്ചറൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടി ടെമ്പറേച്ചർ ചെക്ക് ചെയ്യുന്ന മെഷീനൊക്കെ ഉണ്ട്. നമ്മൾ ചെക്ക് ചെയ്തിട്ട് വേണ്ടിയാണ്. നമ്മളെല്ലാവരും കഴിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ഫാമിലി റൂമിലാണ് ഇരിക്കുന്നത്. ഫുഡിന് വേണ്ടി വെയിറ്റ് ചെയ്യുക കേട്ടോ, ഓർഡർ ചെയ്യാൻ വേണ്ടി. ഇവിടെ എല്ലാവരും ഉണ്ട്. ബിജിനുണ്ട്, സിനിയുണ്ട്, പിള്ളേർ രണ്ടുപേരും ഉണ്ട്, അന്നയുണ്ട്. ആയിരുന്നു എന്തെങ്കിലും പറഞ്ഞേ? അപ്പൊ ഞങ്ങൾ ആകാംക്ഷയായിട്ട് ഇരിക്കുക. ഫുഡ് എന്തൊക്കെയാ വരുന്നതെന്ന്. അന്നയും പറഞ്ഞേ, ഫുഡിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു പറഞ്ഞു. ഫുഡിന് വേണ്ടി വെയിറ്റ് ചെയ്യുക നമ്മൾ. ഫുഡ്ലാൻഡ് ഹോട്ടലിൽ വന്നിരിക്കുകയാണ്. ഇവിടുത്തെ ഫുഡ് കഴിച്ചിട്ടുണ്ടോ? പിന്നെയും കഴിച്ചിട്ടുണ്ടോ? ഇത് മുമ്പ് ഒന്ന് കഴിച്ചിട്ടുണ്ട്. അഭിപ്രായം നല്ല അഭിപ്രായം. നല്ല റിവ്യൂസ് നമ്മുടെ ഫാമിലിയായിട്ട് എല്ലാവരും കൂടെ. അപ്പോൾ നമുക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഫുഡ് വരട്ടെ. എല്ലാം കഴിച്ചിട്ട്. ഓക്കെ. നാച്ചുറൽ കാർബണേറ്റ് വാട്ടറോ? കാർബണേറ്റ് വാട്ടർ എന്ന് പറയും. നമുക്ക് എന്തായാലും നോക്കാം. ഇപ്പോൾ ഇവിടങ്ങളിലെല്ലാം ഇപ്പോൾ എല്ലാ ഹോട്ടലുകളിലും ഇപ്പോൾ ഇതാണ്. ഇങ്ങനത്തെ ഉണ്ടോ? ഇത് കൊടുക്കും. നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ എടുക്കാം, അല്ലെങ്കിൽ വേണ്ട. അല്ലെങ്കിൽ വേണ്ട. അല്ലെങ്കിൽ സാധാരണ നോർമൽ വാട്ടർ എടുക്കാം. ഓക്കെ ഓക്കെ. സ്പൂൺ വെച്ച് കഴിക്കുന്നത്. ഒരു മിനിറ്റ് എല്ലാം എടുക്കുന്നതിന് മുമ്പ് ഒരു മിനിറ്റ് ഫോട്ടോ എടുത്തിട്ട് ഫോൺ കഴിച്ച് വെച്ചേക്കാം. ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ട്. നമ്മൾ പൊറോട്ടയും ഒരു ബീഫ് റോസ്റ്റും ഒരു ബീഫ് കറിയും ചിക്കൻ ഫ്രൈയും ആണ് ഓർഡർ ചെയ്തിരിക്കുന്നത്. നമുക്ക് കഴിച്ചിട്ട് തിരിച്ചു വരാം. ഏറണേ സൂപ്പറാണ്. കഴിച്ചോ? കഴിച്ചോ? എങ്ങനെയുണ്ട്? സൂപ്പറാണ്. ഗ്രേവിയൊക്കെ നല്ല ടേസ്റ്റാണ്. പ്രത്യേകിച്ച് ബീഫ് റോസ്റ്റാണ് നല്ലത്. ചൂടെ ബീഫ് കറിയേക്കാൾ ചൂടെ നല്ലത് ബീഫ് റോസ്റ്റാണ്. എങ്ങനെയുണ്ട്? അതെ അതെ. ഏതാ തൻ്റെ? പൊറോട്ടയും ബീഫ് കറിയും, നല്ല ചൂട് പൊറോട്ടയും. ബീഫ് കറിയാണോ അല്ലേ ബീഫ് ഫ്രൈ ആണോ അല്ലേ ബീഫ് റോസ്റ്റ് ആണോ അല്ലേ? ബീഫ് റോസ്റ്റ് രണ്ടും നല്ലതാണ്. നമുക്ക് പൊതുവെ പൊറോട്ട ആകുമ്പോൾ ഇച്ചിരി ഗ്രേവിയൊക്കെ ആയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട്. സൂപ്പർ ടേസ്റ്റ്. കഴിച്ചില്ലേ? നോക്കിയില്ലേ?
അടിപൊളി കിടുക്കണം കേട്ടോ. ഏതാ നല്ലത്? മയമുള്ള പൊറോട്ട, പയമുള്ള പൊറോട്ടയോ? മയം. ആ നല്ല സോഫ്റ്റ് പൊറോട്ട, നല്ല കറി. എർലിൻ എർലിൻ അല്ലേ എർലിൻ അല്ലേ പറഞ്ഞു ഇങ്ങോട്ട് എർലി നോക്കി. പറഞ്ഞേ, കൊള്ളാമോ? സൂപ്പറാണോ? ഇപ്പം നീ കഴിച്ചിട്ട് വരാം. നല്ല ഫുഡാണെന്ന് തോന്നുന്നു. ഫുഡ് ലാൻഡിലെ ഇത് ബിജിൻ്റെ പ്ലേറ്റാണ്. പ്ലേറ്റ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഇതിനകത്ത് ഇനി ഒരു പീസ് എടുക്കാനില്ല, വടിക്കാൻ പോലും. ഇതോടെ കഴിക്കാനുള്ളതാണ്. ഇതുവരെ കഴിക്കാം. എന്തായാലും പ്ലേറ്റ് നോക്കും, വടിച്ചെടുത്തേക്ക് വേണം. ബീഫിൻ്റെ ഒക്കെ പ്ലേറ്റ് മാത്രമേ ഉള്ളൂ. ഇച്ചിരി കഴിഞ്ഞാൽ പ്ലേറ്റും കാണുകയില്ല. ബിജിന് ഇനി വേണം ഒന്നുകൂടെ. ഇല്ല, ഇനി ജസ്റ്റ് വെയിറ്റ് ചെയ്യാണ് ഇതോടെ കേൾക്കാനായിട്ട്. ചാറി ചോദിച്ചിട്ട് എന്തോ കിട്ടിയോ? പക്ഷെ ഒരു നമ്മൾ കാല കൈ പിടിച്ച് ചോദിച്ചു ചാറുകരാവും. എല്ലാവരും ഞങ്ങളുടെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഞങ്ങളുടെ വീഡിയോ കാണുക. കണ്ട് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. ബൈ.